ഹലോ, വെൽക്കം ബാക്ക് ടു നൊമാഡ് ഫാമിലി. നമ്മുടെ 10ാമത്തെ ദിവസം നമ്മൾ ആഗ്രയിലാണുള്ളത്. നമ്മളിപ്പം ലോക പ്രശസ്തമായ താജ്മഹൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ കയറുമ്പോഴുള്ള ഒരു ചിത്രമാണിത്. ഇങ്ങനെ 2 എൻട്രൻസുകളുണ്ട്. 2ാമത്തെ കവാടം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇനി കാണുന്നത്. എന്ത് രസമല്ലേ! കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. ആകാശവും പച്ചപ്പും എല്ലാത്തിൻ്റെയും നടുവിൽ ആ കൊട്ടാരം ഇങ്ങനെ ഉണർന്നു നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ പിന്നെ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. 4 ചുറ്റിനും ഗാർഡൻ ഉണ്ട്. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടേ ഉള്ളൂ. 7 മണി ആയപ്പോഴത്തേക്കും ഇത്രയും തിരക്കുണ്ട്. കാരണം എല്ലാവരും തന്നെ രാവിലെ വരും, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ക്യൂ ആയിരിക്കും. അതുപോലെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ക്യൂവിൽ നിൽക്കേണ്ടിയും വരത്തില്ല. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറണ്ട, ജസ്റ്റ് പുറത്തിങ്ങനെ കണ്ടാൽ മതിയെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി. നമ്മൾ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. ആ എൻട്രൻസിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്. ഷാജഹാൻ ചക്രവർത്തിയുടെയും ഭാര്യ മുംതാസിൻ്റെയും ശവകുടീരങ്ങളാണ് കൊട്ടാരത്തിനുള്ളിലുള്ളത്. ഉള്ളിലെ ഫോട്ടോസ് എടുക്കാൻ അവർ സമ്മതിക്കില്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് താജ്മഹൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ യമുന നദിയാണിത്. ഒരിക്കലും നേരിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ആ സമയത്ത്. പക്ഷേ ഇപ്പം അത് യാഥാർത്ഥ്യമായി. താജ്മഹലിൻ്റെ പുറകുവശം ഇങ്ങനെയാണ്. അവിടെയും ഒരു കവാടം പോലെയുണ്ട്. പിന്നെ ചുറ്റിനും ഗാർഡൻ ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറേ പേര് ക്യാമറയായിട്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റിനും വരും. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയ ഒരാളെ ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു അവിടുന്ന്. അവർ തന്നെ നമുക്ക് കുറേ പോസുകളൊക്കെ പറഞ്ഞു തരും. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ളതുപോലെ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യ മുംതാസ് മകളിൻ്റെ മരണശേഷം ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി പണികഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തെയും സംസ്കരിച്ചു. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ പണിത കൊട്ടാരമാണിത്. 22 വർഷമെടുത്ത് പണിത കൊട്ടാരം എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഒക്കെ കഥകൾ വായിച്ച് നമ്മൾ ഈ കൊട്ടാരം കാണാൻ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അവിടെ കിട്ടുന്നത്. അവരൊക്കെ അവിടെ ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ കൊട്ടാരം കണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി നമുക്ക് കാണാനുള്ളത് ആഗ്ര കോട്ടയാണ്. പക്ഷേ കോട്ട ഭയങ്കര വലുതാണ്. അതുകൊണ്ട് ഞങ്ങളത് പുറത്തു നിന്ന് മാത്രമാണ് കണ്ടത്, ഉള്ളിലേക്ക് പോയില്ല. ആഗ്രയിലെ ചെങ്കോട്ട എന്നാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 2.5 കിലോമീറ്റർ ചുറ്റളവാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഈ കോട്ടയ്ക്കുള്ളിൽ മറ്റു പല കൊട്ടാരങ്ങളുമുണ്ട്. ജഹാംഗീറിൻ്റെ കൊട്ടാരം ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ അദ്ദേഹത്തെ മരണം വരെ ജയിലിലാക്കിയെന്നും ആ തടവറ ഇതിൻ്റെ ഉള്ളിലാണെന്നും ഒക്കെയുള്ള കഥകൾ ഇനിയുമുണ്ട്. ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് കോട്ടയുടെ നീളം എത്രയായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം പോയിട്ടും അത് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയത്. കോട്ടയുടെ നീളം ഇനിയുമുണ്ട്, പക്ഷെ വീഡിയോയുടെ നീളം കൂടുവാണ്. അതുകൊണ്ട് അതിവിടെ വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഗ്രയിലെ ഒരു പ്രധാന ഐറ്റമാണ് ആഗ്ര പേട്ട. അതും ഒരു ബോക്സ് വാങ്ങി ഞങ്ങൾ ഇനി ഡൽഹിക്ക് പോവാണ്. ഞങ്ങൾ ഡൽഹി എത്തി. നല്ല ബ്ലോക്കാണ്.
ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ പ്രധാന ബസാറായ പാലിക്ക ബസാറിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലിക്ക ബസാറിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ നടന്ന് രാത്രിയായപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. നാളെ നമുക്ക് ഡൽഹിയിലെ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.